ഹായ്, റോസ ബെലാറിന. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ബെലാറിനയുടെ വിശേഷങ്ങളും ചരിത്രവും സവിശേഷതകളും ജന്മസ്ഥലവും പരിചരണവും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോസാപ്പൂക്കളിൽ ഒന്നാണ് ഈ ഒരു ബെലാറിന റോസ് എന്ന് പറയുന്നത്. ശരിക്കും ഹൈബ്രിഡ് കസ്തൂരി റോസുകളിൽ ഒന്നാണിത്. എങ്ങനെയുണ്ട്? ആദ്യം ഇതെൻ്റെ ഗാർഡനിൽ വിൽപ്പനയ്ക്ക് എത്തുമ്പോഴുണ്ടല്ലോ, ഞാനിത് ഓർക്കിഡ് റോസിൻ്റെ കുഞ്ഞമ്മയുടെ മോളെന്നാണ് പേരിട്ടിരുന്നത്. എന്താണെന്നറിയാമോ? അന്ന് എനിക്കിതിൻ്റെ പേരറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ പേരിടാൻ കാരണം എന്താണെന്നറിയാമോ? ശരിക്കും ഇത് ഓർക്കിഡ് റോസിന് അടുത്ത് നിൽക്കുമ്പോൾ ഓർക്കിഡ് റോസ് പോലെ നിൽക്കുന്ന ഒരു റോസായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗാർഡനിൽ നിന്നും റെക്കോർഡ് വിൽപ്പന നടത്തിയ ഒരു റോസിനം കൂടിയാണ് കേട്ടോ ഇത്. കാര്യം ഒരുപാട് പേര് മേടിച്ച് പേര് കൊണ്ടാണോ, ഇതിൻ്റെ ഭംഗി കൊണ്ടാണോ, ഇതിൻ്റെ മണം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒത്തിരി പേര് മേടിച്ചിരുന്ന ഒരു റോസാണിത്. അപ്പോൾ ശരിക്കും ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഓർക്കിഡ് റോസിൻ്റെ രീതിയിൽ കുലകുലയായി നിൽക്കുന്നത് കണ്ടാണ് ഞാനന്ന് അതിന് അങ്ങനെ ഒരു പേരിട്ടത്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ അത് നമ്മൾ മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്ന പേരിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അതൊരുപാട് പേര് മേടിച്ചവരിത് കാണുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ അത് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റോസ് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടു, അങ്ങനെ ഒരു പേരിൽ ഞാൻ വിളിച്ചു. പക്ഷെ കാലക്രമേണ ഉണ്ടല്ലോ, റോസുകളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ റോസയുടെ പേര് റോസ ബെലാറിന എന്നാണെന്നും ലോകമെമ്പാടുമുള്ള റോസ് പ്രേമികളുടെയും ഗാർഡൻസിൻ്റെയൊക്കെ ഹൃദയങ്ങളുണ്ടല്ലോ പണ്ടേ ഇടം പിടിച്ച് കഴിഞ്ഞൊരു റോസാണിതെന്ന്. അതെ, ശരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. ശരിക്കും 1937 അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലം മുന്നേ തന്നെ ബ്രിട്ടീഷ് ബ്രീഡറായ ബെൻഡാൽ കണ്ടുപിടിച്ചതാണ് ഈ ക്ലാസിക് റോസിൻ്റെ ആദ്യ രൂപം. ഞാൻ ആദ്യ രൂപം ഒന്ന് എടുത്ത് പറയുന്നതാണ് കേട്ടോ. എന്താണെന്നറിയാവോ? അതങ്ങനെയാണ്. ഈ റോസിന് 2 അച്ഛന്മാരാണ്. കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും നല്ല ആരോഗ്യമുള്ള ചെടിയിലുണ്ടല്ലോ, ചെറിപ്പൂക്കളെ അനുസ്മരിപ്പിക്കുന്ന പോലത്തെ പൂക്കളാണ് ഇതിലുണ്ടാവുക. ശരിക്കും മുൾപ്പടപ്പിന് ഇടയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ മനോഹരമായ പൂക്കളാണിത്. കണ്ടില്ലേ? കാറ്റടിക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഇത് നൃത്തം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പൂവാണിത്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒറ്റ തണ്ടിൽ ഒറ്റ പൂക്കളായിട്ടാണ് ഇത് വിരിയുക. പക്ഷേ ഒരുമിച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാലുണ്ടല്ലോ, കണ്ട് നിന്ന് പോകാത്തവരായിട്ട് ആരുമില്ല. അത്രയും ഭംഗിയാണ് ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏതൊരു റോസ് ഗാർഡനിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരിനമാണ് ഈ ബെലേറിന റോസ് എന്ന് പറയാം. ഈ കൂട്ടായിട്ട് വിരിഞ്ഞ് പന്ത് പോലെ നിൽക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതിങ്ങനെ ഒരു തണ്ടിങ്ങനെ വന്നിട്ട് അതിൽ നിറച്ച് സൈഡിൽ നിന്ന് നിറച്ച് പൂക്കൾ വന്നിട്ടാണ് ഇത് വിരിയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പന്ത് പോലെ ഒരു കൂട്ടായിട്ടൊക്കെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെന്താ നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, ഈ പൂവിൻ്റെ ഒരു ലാളിത്യം കണ്ടോ? അധികം എതളുകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ആകർഷണ ശക്തി കണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? ഇല്ലേ? ഇത് മാത്രമല്ല കേട്ടോ, ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള ഒരിനം റോസ് കൂടിയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കണ്ടപ്പോൾ ശരിക്കും കൊതിയാവണില്ലേ? എനിക്കും ആദ്യം ഈ റോസിനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നിയിരുന്നത്. ഇനിയിപ്പോൾ ഈ റോസാ ചെടി എങ്ങനെ ഉണ്ടായി എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് മസ്ക് ഇനമായ റോസ് മോസ്റ്റാറ്റയ്ക്കൊപ്പം സ്പീഷീസ് റോസാപ്പൂക്കളെ ക്രോസ് ചെയ്താണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതെ, 2 റോസാപ്പൂക്കളെ ക്രോസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതാരെന്നറിയാമോ? ബ്രീഡറായിട്ടുള്ള ബെൻഡാലാണ് ഇതുണ്ടാക്കിയെടുത്തത്. അദ്ദേഹം ഒരു ഫാദറായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുണ്ടാക്കി എടുത്തതേ ഉള്ളൂ, അത് പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മരണം അടഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പ്രശസ്ത ബ്രീഡർ ജോസഫ് പെമ്പർട്ടൺ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് ഈ റോസിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ വെറുതെ ഒരു റോസ് കിട്ടിയാൽ പോരല്ലോ, ശക്തമായ വളർച്ച വേണം, സുഗന്ധം വേണം, ആവർത്തിച്ച് പൂക്കാനുള്ള കഴിവ് വേണം. അങ്ങനെ കുറേ പരീക്ഷണങ്ങൾക്കൊടുവിൽ അങ്ങനെ ശക്തമായ വളർച്ചയ്ക്കും സുഗന്ധത്തിനും ആവർത്തിച്ച് പൂക്കാനുള്ള കഴിവിനുമൊക്കെ പേര് കേട്ട ഹൈബ്രിഡ് മസ്ക് റോസാപ്പൂവായി ഈ ബെലേറിന പൂർണ്ണ രൂപത്തിൽ പിറവിയെടുത്തു. അതെ, അപ്പോൾ ബെലേറിന ഒരു എന്താ പറയുക, ഈ ഒരു സ്ട്രക്ചറിലും ഈ ഒരു സുഗന്ധത്തിലുമൊക്കെ നമുക്ക് കിട്ടിയതിൻ്റെ പ്രധാന ബഹുമതി ആർക്ക് കൊടുക്കണം? പെമ്പർട്ടൺ എന്ന 2ാമത്തെ ബ്രീഡർക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഡോക്ടർ ബെൻഡാൽ തുടങ്ങി വെച്ച് ഡോക്ടർ പെമ്പർട്ടൺ പൂർത്തിയാക്കിയതാണ് ഈ റോസ്. അതുകൊണ്ട് തന്നെ ഈ റോസിന് 2 അച്ഛനുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ റോസിന് 2 അച്ഛന്മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗിയൊന്നും പറയാൻ വയ്യ.
അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പേരുണ്ടായ കഥ കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ? ബാലേറീന എന്നൊരു നൃത്തരൂപമുണ്ട് അവിടെ. എന്ന് വെച്ചാൽ അവിടങ്ങളിലെ ഒരു നൃത്തരൂപമാണിത്. നമ്മുടെ നാട്ടിലെ ബാലയൊക്കെ ഇല്ലേ, പണ്ട് ബാല ഉണ്ടായിരുന്നില്ലേ, ആ ബാലയോടൊക്കെ സാദൃശ്യമുള്ളൊരു നൃത്തരൂപമാണ് അവിടുത്തെ ബലേറിന. ശരിക്കും പറഞ്ഞാൽ അതിലോലമായ ഭംഗിയുള്ള റോസാപ്പൂക്കളാണിത് കേട്ടോ. അതിങ്ങനെ ചാരുതയോടും ലാഘവത്തോടും കൂടി ഇങ്ങനെ ഒരു ബാലേ നൃത്തം കളിക്കുന്നത് പോലെയാണ് ചാഞ്ചാടിയാണ് ഇതിൻ്റെ പൂങ്കുലകൾ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഈ റോസിന് ബാലേറിന എന്ന പേര് തന്നെ അവർ തിരഞ്ഞെടുത്തത്. അതെ, നല്ല എന്താ പറയുക, ഒരു ബാലേ നൃത്തം കളിക്കുന്ന, ചാരുതയോടെ നൃത്തം കളിക്കുന്ന ഒരു പെൺകുട്ടി, ആ ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് ബാലേറിന എന്ന പേര് തന്നെ ഈ റോസാപ്പൂവിന് വന്നിരിക്കുന്നത്. സോ ബാലേറിന റോസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ റോസ് പ്രേമികൾക്കിടയിൽ ഹീറോ ആയി മാറി. അതെ, ആവർത്തിച്ച് പൂക്കുന്ന രീതി, ശക്തമായ ആരോഗ്യവും ഓജസ്സും ഉള്ള ചെടികൾ, ഒതുക്കമുള്ള വളർച്ചാശീലം, രോഗപ്രതിരോധ ശേഷി, ഇവയൊക്കെ കൊണ്ട് തന്നെ റോസ് ഗാർഡനുകൾക്ക് ഇത് വ്യാപകമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് പാർക്കുകളിലും ലാൻഡ്സ്കേപ്പ് ഗാർഡനുകളിലും ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്ന ഈ ഒരു റോസ് താരമായി മാറിയെന്ന് തന്നെ പറയും. നമ്മുടെ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ പാർക്കുകളൊക്കെ കാണിക്കും, ആ പാർക്കിലൊക്കെ ഇങ്ങനെ ബഞ്ചായിട്ട് റോസാപ്പൂക്കൾ വിരിഞ്ഞിരിക്കണ കാണാറില്ലേ? ഈ റോസാപ്പൂവാണ് കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്ന, നല്ല ബഞ്ചായിട്ട് വിരിയുന്ന റോസാപ്പൂക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടല്ലോ, കട്ട് ഫ്ലവർ മാർക്കറ്റ് വളർന്നു വരികയായിരുന്നു. അപ്പോൾ പല ബ്രീഡർമാരും വലിപ്പമുള്ള റോസാപ്പൂക്കൾ ബ്രീഡ് ചെയ്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളപ്പോൾ കട്ട് ഫ്ലവർ റോസാപ്പൂക്കൾക്കായിരുന്നു ഡിമാൻഡ് കൂടുതൽ. പക്ഷെ ആ സമയത്തുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബ്രീഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, നമ്മുടെ ഗാർഡനുകളിലേക്ക് വെക്കാനുള്ള ഇത് വലിപ്പമുള്ള റോസാപ്പൂ അല്ല കേട്ടോ. എന്താ പറയുക, ചെറിയ പൂക്കളാണ്, ഒരുപാട് വലുപ്പമല്ല, ഒരു മീഡിയം ടൈപ്പ് പൂക്കളാണ്. നമ്മുടെ ഗാർഡനുകളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോസാപ്പൂക്കൾ ബ്രീഡ് ചെയ്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ കേന്ദ്രീകരിച്ചിട്ട് കിട്ടിയ ഒരു റോസാപ്പൂവാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ബെല്ലേറിനയ്ക്ക് ധാരാളമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിറയെ പൂക്കൾ തരുന്നു എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സുഗന്ധം കൂടിയുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിലും നിറഞ്ഞു വളരാൻ ഇതിനെക്കൊണ്ട് പറ്റും, പൂക്കാനുള്ള കഴിവുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ബെല്ലേറിനയുടെ ജനപ്രിയത്വം കൂട്ടിയത്. അടിപൊളിയാണ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്. എന്നും എന്താ പറയുക, എന്നും റോസാ ബെല്ലേറിന പ്രിയപ്പെട്ട പൂന്തോട്ട റോസാപ്പൂവായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ, ഇഷ്ടപ്പെടുന്നുണ്ട്. പരിചരണം വളരെ കുറവ് മതി എന്നുള്ളതും ഈ പൂവിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പരിചരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ വേണം, വളപ്രയോഗം വേണം, പ്രൂണിങ് വേണം. വളപ്രയോഗം എന്ന് വെച്ചാൽ DAP ഒക്കെ നല്ല കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ ഈ റോസാ ബെല്ലേറിന നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അടിപൊളിയാണ്. എനിക്കാണേലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റോസാപ്പൂവാണ്. ഞാൻ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു റോസാപ്പൂ കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബെല്ലേറിന റോസാപ്പൂക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബെല്ലേറിന നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തരം റോസാപ്പൂക്കളും മേടിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, റോസ് എൻസൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡാണ്, 2ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ലോകത്തുള്ള എല്ലാ വെറൈറ്റി റോസാപ്പൂക്കളെയും അതിൻ്റെ വിശദമായി തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിൽ വളരുന്ന എല്ലാത്തരം റോസാപ്പൂക്കളെയും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളാണ് നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വേറെ ഏതെങ്കിലും റോസുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലോ ഡീറ്റെയിലായി അറിയണമെന്നെങ്കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു റോസാപ്പൂവിനെ അടിപൊളിയായിട്ട് പരിചയപ്പെടുത്താൻ വരുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി റോസാപ്പൂക്കളും അതിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് ഈ സെഗ്മെൻറ്റിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ടാറ്റാ.